വചനസാരം വചനസാരം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, അഗ്നിതുല്യനായ ജ്വലിക്കുന്ന മിശിഹായുടെ വരവിനെപ്പറ്റി പ്രഘോഷിച്ച് നടന്ന സ്നാപക യോഹന്നാൻ താൻ കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ പൊടുന്നനെ ഒരു വാർത്ത കേൾക്കുകയാണ്. മിശിഹായായി കരുതുന്ന ക്രിസ്തു സ്നേഹനിധിയും കാരുണ്യവാനും ദയാശീലനും പാപികളോടും ചുങ്കക്കാരനോടും സൗഹൃദം സ്ഥാപിക്കുന്ന പ്രഘോഷകനുമാണെന്നുള്ള വാർത്ത. അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന മിശിഹ യേശു തന്നെയാണോ എന്ന് തീർപ്പ് വരുത്തുന്നതിനു വേണ്ടി തൻ്റെ ശിഷ്യരെ അയക്കുന്നതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ സുവിശേഷം. എന്നാൽ തന്നെ സമീപിച്ച യോഹന്നാന്റെ ശിഷ്യർക്ക് താൻ ചെയ്യുന്നത് മിശിഹൈക പ്രവചനങ്ങളുടെ പൂർത്തീകരണങ്ങളാണെന്ന് തിരിച്ചറിവ് നൽകുകയും സ്നാപക യോഹന്നാനെ അതിതീവ്രമായി പ്രശംസിക്കുകയും ചെയ്യുന്നതാണ് സുവിശേഷ ഭാഗം. ക്രിസ്തു യോഹന്നാനെ ഏറ്റവും വലിയ പ്രവാചകനായി പ്രശംസിക്കുകയും ഏലിയായോട് താരതമ്യം ചെയ്യുകയും ചെയ്യുന്നു. പ്രവാചകൻ എന്ന നിലയിൽ ദൈവിക ജ്ഞാനവും ദൈവിക സത്യവും ദൈവം നൽകിയ നെഞ്ചുറപ്പുള്ളവനുമായ യഥാർത്ഥ പ്രവാചകനാണെന്ന് ക്രിസ്തു യോഹന്നാനെ വിശേഷിപ്പിക്കുന്നു. മിശിഹായ്ക്ക് തൊട്ട് മുൻപ് പ്രത്യക്ഷമാവുമെന്ന് പറഞ്ഞ ഏലിയായ്ക്ക് സമാനമായി വീറോടെ പ്രഘോഷിച്ച് 1000-ഓളം യഹൂദരെ പശ്ചാത്താപത്തിനും ജ്ഞാനസ്നാനത്തിനും പ്രേരിപ്പിച്ച സ്നാപകനെ പ്രശംസിക്കുമ്പോഴും ക്രിസ്തു നമ്മോടിന്ന് പറയുകയാണ്, സ്നാപകനേക്കാളും വലിയവനാകുവാൻ എനിക്കും നിനക്കും സാധിക്കുമെന്ന്. കാരണം യോഹന്നാൻ പ്രഘോഷിച്ചത് ന്യായവിധിയെയും ശിക്ഷയെയും പറ്റിയാണെങ്കിൽ ജ്ഞാനസ്നാനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നത് ദൈവസ്നേഹവും ക്ഷമാശീലവും പാപമോക്ഷത്തെയും കുറിച്ചുള്ള വിവേകവും അറിവുമാണ്. ഇത് ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കിയാൽ മാത്രം മതി. വലിയ ഘോരഘോരമായ പ്രഘോഷണങ്ങളില്ലാതെ നമ്മളും യോഹന്നാനേക്കാളും വലിയവനാകുവാൻ. പക്ഷേ അതിന് നാം കൊടുക്കേണ്ട വില സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെതാണ്, നിസ്വാർത്ഥതയുടേതാണ്, പൈശാചികതയെ ചേർത്ത് നിന്ന് വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിൻ്റെതാണ്. നമുക്കും പരിശ്രമിക്കാം. സ്നാപകനോളമല്ലെങ്കിലും വരും തലമുറയ്ക്ക് കാണുവാൻ സാധിക്കും വിധം ഒരു ചെറുമാറ്റത്തിൻ്റെ പ്രതിരൂപമാകുവാൻ വേണ്ട ധൈര്യവും നെഞ്ചുറപ്പും ഉണ്ടാകുവാൻ തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വചനസാരം വചനസാരം.